കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലിയോ മാർപ്പാപ്പയുടെ ആഫ്രിക്കൻ പര്യടനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കുരിശിന്റെ വഴിയുടെ പുതിയ ചിത്രങ്ങൾ. യുക്രൈന് വീണ്ടും മാർപ്പാപ്പയുടെ സഹായഹസ്തം. അടുത്ത വേൾഡ് യൂത്ത് ഡേ ക്രൈസ്തവ ന്യൂനപക്ഷ രാജ്യത്ത്. പോർസിയൻഗോളയിലെ അൾത്താരയുടെ കല്ല് അറേബ്യയിലെത്തിച്ചു. വാർത്തകൾ വിശദമായി. ലിയോ മാർപ്പാപ്പയുടെ ആഫ്രിക്കൻ പര്യടനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ലിയോ 14 മാർപ്പാപ്പയുടെ പ്രഥമ ആഫ്രിക്കൻ പര്യടനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. ഏപ്രിൽ 13 മുതൽ 23 വരെ 11 ദിവസം നീളുന്നതാണ് പാപ്പയുടെ ആഫ്രിക്കൻ അപ്പസ്തോലിക പര്യടനം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ 4 രാജ്യങ്ങളാണ് പാപ്പ സന്ദർശിക്കുന്നത്: അൾജീരിയ, കാമറൂൺ, അങ്കോള, ഗിനിയ. ഏപ്രിൽ 13 മുതൽ 15 വരെ അൾജീരിയയും 15 മുതൽ 18 വരെ കാമറൂണും 18 മുതൽ 21 വരെ അങ്കോളയും 21 മുതൽ 23 വരെ ഗ്വിനിയയും പാപ്പ സന്ദർശിക്കും. ആധുനിക സഭയുടെ ചരിത്രത്തിൽ ആഫ്രിക്കയെക്കുറിച്ച് നേരിട്ട് അറിവുള്ള ആദ്യ പാപ്പയാണ് ലിയോ 14. മാർപ്പാപ്പയാകുന്നതിനു മുമ്പ് അദ്ദേഹം കിഴക്കൻ, പടിഞ്ഞാറൻ, തെക്കൻ, വടക്കൻ, മധ്യ ആഫ്രിക്ക എന്നിവിടങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കുരിശിന്റെ വഴിയുടെ പുതിയ ചിത്രങ്ങൾ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ കുരിശിന്റെ വഴിയുടെ പുതിയ ചിത്രങ്ങൾ സ്ഥാപിച്ചു. സ്വിസ് സ്വദേശി മാനുവൽ ഡൂർ ആണ് ചിത്രകാരൻ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ 400ാം വാർഷികം പ്രമാണിച്ചാണ് പുതിയ ചിത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. യുക്രൈന് വീണ്ടും മാർപ്പാപ്പയുടെ സഹായഹസ്തം. യുക്രൈനിലേക്ക് വീണ്ടും ലിയോ 14 പാപ്പ സഹായം എത്തിച്ചു. ആവശ്യ മരുന്നുകളും ഇലക്ട്രിക് റേഡിയേറ്ററുകളുമാണ് ഇത്തവണ അയച്ചിരിക്കുന്നത്. 2 ആഴ്ച മുൻപ് യുക്രൈനിലെ ദുരന്തം അനുഭവിക്കുന്നവർക്കായി ജനറേറ്ററുകളാണ് പാപ്പ നൽകിയിരുന്നത്. 1 മില്യൺ യൂറോയാണ് ആവശ്യ മരുന്നുകളുടെ വില. അടുത്ത വേൾഡ് യൂത്ത് ഡേ ക്രൈസ്തവ ന്യൂനപക്ഷ രാജ്യത്ത്. വേൾഡ് യൂത്ത് ഡേയുടെ ചരിത്രത്തിൽ ആദ്യമായി ക്രൈസ്തവ ന്യൂനപക്ഷ രാജ്യത്ത് വേൾഡ് യൂത്ത് ഡേ നടക്കും. 2027 ഓഗസ്റ്റ് 3 മുതൽ 8 വരെ തീയതികളിലായി ക്രൈസ്തവർ വളരെ ന്യൂനപക്ഷമായ സൗത്ത് കൊറിയയിലാണ് അടുത്ത ലോക യുവജന സംഗമം നടക്കുന്നത്. സിയൂളിലാണ് ഈ ചടങ്ങിന് ആതിഥേയത്വം വഹിക്കുന്നത്. ലോക യുവജന സംഗമത്തിന് ഏഷ്യ 2ാം വട്ടമാണ് വേദിയാകുന്നത്. 1985 ജോൺ പോൾ 2 പാപ്പയാണ് ലോക യുവജന സംഗമത്തിന് തുടക്കം കുറിച്ചത്. 2-4 വർഷം കൂടുമ്പോഴാണ് ലോക യുവജന സംഗമം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മില്യൺ കണക്കിന് യുവജനങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പോർസിയൻഗോളയിലെ അൾത്താരയുടെ കല്ല് അറേബ്യയിലെത്തിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതവുമായി അഭിധേയമായ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പോർസിയൻഗോളയിലെ അൾത്താരയിലെ കല്ല് അറേബ്യയിലെത്തിച്ചു. ഗൾഫ് മേഖലയിലെ കത്തോലിക്കരുമായുള്ള ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായിട്ടാണ് കല്ല് അറേബ്യയിലെത്തിച്ചത്. 2027 ജനുവരി 10 വരെ ആഗോള കത്തോലിക്ക സഭ സെന്റ് ഫ്രാൻസിസ് അസീസി വർഷം ആചരിക്കുകയാണ്. വിവിധ ഫ്രാൻസിസ്കൻ സമൂഹങ്ങൾക്കിടയിലുള്ള സാഹോദര്യത്തിന്റെ പ്രകടനമായും അപ്പസ്തോലിക് വികാരിയേറ്റുമായുള്ള കൂട്ടായ്മയുടെ അടയാളവുമായിട്ടാണ് ഈ തിരുശേഷിപ്പ് സ്വീകരണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഗൾഫിൽ സേവനമനുഷ്ഠിക്കുന്ന പുരോഹിതരിൽ നല്ലൊരു പങ്കും കപ്പൂച്ചിൻ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത ചൊവ്വാഴ്ച വീണ്ടും കാണാം. നന്ദി.